Hello, my dears. How are you? I hope everything is going well. Today we are going to learn the 8 tails of 8 heads. ഇംഗ്ലീഷ് ഭാഷയുടെ 8 ഹെഡുകളുടെ 8 വാലുകളാട്ടോ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8 ഹെഡുകൾ പ്രാക്ടീസ് ചെയ്തു അല്ലേ? ഏതൊക്കെയായിരുന്നു 8 ഹെഡുകൾ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ, യു നീ നിങ്ങൾ, ദേ അവർ, വി നമ്മൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് ഇത്, മാക്സ് ഒരാളുടെ പേര് അല്ലേ? ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഞാൻ, യു നീ നിങ്ങൾ, ദേ അവർ, വി നമ്മൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് ഇത്, മാക്സ് ഒരാളുടെ പേര്. ഇങ്ങനെയുള്ള 8 ഹെഡുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ലോ. ഈ 8 ഹെഡുകളുടെ 8 വാലുകളാട്ടോ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഹെഡുകൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും വരിക, അപ്പോൾ വാലുകളോ സെൻറ്റൻസിൻ്റെ അവസാനത്തിലായിരിക്കും. ഹെഡ് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ, വാല് സെൻറ്റൻസിൻ്റെ അവസാനത്തിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സാമ്പിൾ അഥവാ ഓരോ ടൈൽസുകളും ഓരോ വാലുകളും നമ്മൾ കൃത്യമായിട്ട് പരിശീലിക്കുന്നു, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ആ 8 ഹെഡുകളുടെ 8 വാലുകൾ അർത്ഥസഹിതം നമുക്ക് ഒന്നുകൂടെ പരിശീലിക്കാം. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, കണ്ടോ? മീ, എന്നെ, എനിക്ക്. മീ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെ, എനിക്ക്. നോട്ട് ചെയ്ത് വെക്കണേ. മീ, എന്നെ, എനിക്ക്. നോട്ട് പുസ്തകമൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഒരു നോട്ട് പുസ്തകം നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യണം. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കണം. അപ്പോൾ മീ, എന്നെ, എനിക്ക്. ഓക്കെ, ഗ്രേറ്റ്. യു, യു എന്നുള്ള ഹെഡായിട്ട് വരും. അപ്പം നീ എന്നാണ് അർത്ഥം. വാലായിട്ട് വരുമ്പോൾ നിന്നെ, നിനക്ക്. യു, നിന്നെ, നിനക്ക്. യു, നിന്നെ, നിനക്ക്. ഓക്കെ. ദം, ദം, അവരെ, അവർക്ക്. ദം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ, അവർക്ക്. ദം, അവരെ, അവർക്ക്. ദം, അവരെ, അവർക്ക്. അല്ലെങ്കിൽ ദം എന്ന് പറയാം. ദം, അവരെ, അവർക്ക്. ഓക്കെ. അസ്, അസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ, നമ്മൾക്ക്. അസ് എന്ന് പറഞ്ഞാൽ നമ്മളെ, നമ്മൾക്ക്. അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ, നമ്മൾക്ക്. ഓക്കെ, ഗ്രേറ്റ്. അസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി അവനെ എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? അവനെ, ഹിം. ഓക്കെ, ഇത് ഉസ് എന്ന് വായിക്കരുത് കേട്ടോ, അസ് എന്നാണ് വായിക്കുക. അസ്. ഓക്കെ, അത് നമ്മുടെ റീഡിംഗ് ക്ലാസ്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഓരോന്നും എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. ഓക്കെ, ഹിം എന്ന് പറഞ്ഞാൽ എന്താ? അവനെ, അവന്. ഓക്കെ, ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ, അവന്. ഹിം എന്ന് പറഞ്ഞാൽ അവനെ, അവന്. ഓക്കെ, ഗ്രേറ്റ്. ഹെർ, ഹെർ എന്ന് പറഞ്ഞാലോ? അവളെ, അവൾക്ക്. ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെ, അവൾക്ക്. വൺസ് അഗൈൻ പറഞ്ഞു നോക്കണേ. ഹെർ എന്ന് പറഞ്ഞാൽ അവളെ, അവൾക്ക്. ഓക്കെ. ഇറ്റ് എന്ന് പറഞ്ഞാലോ? അതിനെ, അതിന്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ, അതിന് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് മാക്സ് എന്നുള്ള ഒരു വാല് കൂടെ കൊടുക്കാം. അഥവാ പേരുണ്ടല്ലോ, പേര് ഹെഡായിട്ടും വരും, വാലായിട്ടും വരും. അപ്പം മാക്സ് എന്നുള്ള അവസാനത്തിൽ വന്നാൽ മാക്സിനെ, മാക്സിന് കേട്ടോ. മാക്സ് ഒരാളുടെ പേരാണ് കേട്ടോ. മാക്സ്, മാക്സിനെ, മാക്സിന്. അല്ലെങ്കിൽ മുക്താർ ആവാം. മുക്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്താറിനെ അല്ലെങ്കിൽ മുക്താറിന്. മനസ്സിലായോ? ഇങ്ങനെ വാലായിട്ടും നമുക്ക് പേരുകൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. മീ, എന്നെ, എനിക്ക്. യു, നിന്നെ, നിനക്ക്. ദം, അവരെ, അവർക്ക്. ഓക്കെ. ആസ്, നമ്മളെ, നമ്മൾക്ക്. ഹിം, അവനെ, അവന്. ഓക്കെ. ഹെർ, അവളെ, അവൾക്ക്. ഓക്കെ. ഇറ്റ്, അതിനെ, അതിന്. പറഞ്ഞു നോക്കൂ. മീ, ഓക്കെ. യു, ദം, ആസ്, ഹിം, ഹെർ, ഇറ്റ്, മാക്സ്. മാക്സ് ഒരാളുടെ പേരാണ്. പേരും വാലായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു ക്യാനും അത് സോറി നമ്മുടെ ഒബ്ജക്റ്റീവ് പ്രിനൗണും സബ്ജക്റ്റീവ് പ്രിനൗൺ അഥവാ നമ്മുടെ ഹെഡും വാലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ഹെഡും വാലും കൂടെ കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ഹെഡ് പഠിച്ചിരുന്നല്ലോ, 8 ഹെഡുകൾ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡാണ്. ഞാൻ എന്നാണ്. അപ്പം എനിക്ക് എങ്ങനെ പറയാം? മീ. ഓക്കെ, മീ, എന്നെ, എനിക്ക്. രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം കേട്ടോ. യു എന്ന് പറഞ്ഞാൽ നീ അല്ലേ? നിന്നെ എന്നുള്ളതിന് എന്ത് തന്നെയാണ് ഉപയോഗിക്കാം? യു എന്ന് തന്നെ കേട്ടോ. യു, നീ, നിന്നെ, നിനക്ക്. ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് യു ഉപയോഗിക്കാം കേട്ടോ. നിന്നെ, നിനക്ക്. എന്നെ, എനിക്ക്. എനിക്ക്, നിനക്ക്. ആ ഒരർത്ഥം നമ്മൾ നേരത്തെ എഴുതി വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൊടുക്കാതെ കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കൂ. ദേ, ദേ എന്ന് പറഞ്ഞാൽ എന്താ? ദേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരെന്നാണ് അല്ലേ? ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്നാണ്. അപ്പൊ അവരെ,
അല്ലെങ്കിൽ അവർക്ക് എന്നുള്ളത് എന്ത് പറയാം? them. അവരെ അവർക്ക്. them എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ അവർക്ക്. നമ്മൾ എന്നുള്ളത് എന്താ പറയാം? we. നമ്മൾ എന്നുള്ളതിനെ we. നമ്മൾ എന്നുള്ളതിനെ we എന്ന് പറയാം. അപ്പൊ നമ്മളെ നമ്മൾക്ക് എന്ന് പറയണം. എങ്ങനെ പറയാം? us. നമ്മളെ നമ്മൾക്ക്. നമ്മളെ നമ്മൾക്ക്. ഓക്കെ റൈറ്റ്. അവൻ എന്നുള്ളത് എന്താ പറയാം? he. he എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എന്നാണ് കേട്ടോ. അപ്പൊ അവനെ അവന് എന്ന് പറയണം. him. him എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ അവന്. ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ അവന്. നമ്മൾ ഇനി ഒന്നുകൂടെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വായിച്ചു പോകുന്നത്. ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീ അവൾ അല്ലെ. അപ്പൊ അവളെ അവൾക്ക് എങ്ങനെ പറയാ? ഹെർ. അതിന് നമ്മൾ ഉപയോഗിക്കും ഹെർ. ഹെർ ട്ടോ. അവളെ അവൾക്ക്. ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെ അവൾക്ക്. ഓക്കെ റൈറ്റ്.